Hello guys, Guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. Okay, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ആണ് പഠിച്ചത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ചിലർക്കെങ്കിലും തോന്നിക്കാണും 100 മുകളിലേക്കുള്ള നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ഫോം ചെയ്യുമെന്ന്. അത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. And today we are going to learn some basic and important words in German language. Mathematical symbols and greetings. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം കോമൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ജർമ്മൻ വേർഡ്സ്. ഓർക്കുക, നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ജർമ്മൻ വൊക്കാബുലറിയിലുള്ള നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആദ്യമായി ടു സേ, സാഗൻ, സാഗൻ. അടുത്തതായി മേ കമിൻ, ദർ ഫിഷ് റെയിൻ കൊമ്മൻ, ദർ ഫിഷ് റെയിൻ കൊമ്മൻ. അടുത്തതായി ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ടാഗ്. അടുത്തതായി ടു റൈറ്റ്, ഷ്രൈബൻ, ഷ്രൈബൻ. നെക്സ്റ്റ് വൺ ഈസ് ടു സ്പീക്ക്, സ്പ്രഹൻ, സ്പ്രഹൻ. നെക്സ്റ്റ് വൺ ടു റീഡ്, ലേസൻ, ലേസൻ. ടു ഹിയർ, ഹ്യോറൻ, ഹ്യോറൻ. വേർഡ്സ്, വ്യോർട്ടർ, വ്യോർട്ടർ. അടുത്തതായി പ്രൊനൗൺസിയേഷൻ, ഔസ്പ്രാഹെ, ഔസ്പ്രാഹെ. അടുത്തതായി ജർമ്മൻ ലാംഗ്വേജ്, ഡോയിഷ് സ്പ്രാഹെ, ഡോയിഷ് സ്പ്രാഹെ. നെക്സ്റ്റ് വൺ ഈസ് ബൈ, ചൂസ്, ചൂസ്. അടുത്തതായി ഹോംവർക്ക്, ഹൗസ് ഓഫ് ഗാബെ, ഹൗസ് ഓഫ് ഗാബെ. നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ ഫോൺ, ഹാൻഡി, ഹാൻഡി. നെക്സ്റ്റ് വൺ ഈസ് നെയിം, നാമെ, നാമെ. അടുത്തതായി ഫസ്റ്റ് നെയിം, ഫോർനാമെ, ഫോർനാമെ. നെക്സ്റ്റ് വൺ ഈസ് ലാസ്റ്റ് നെയിം, നാഹ്നാമെ, നാഹ്നാമെ. നെക്സ്റ്റ് വൺ ഈസ് ടു സീ, സേൻ, സേൻ. അടുത്തതായി എക്സാമ്പിൾ, ബൈഷ്പീൽ, ബൈഷ്പീൽ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ സിംബൽസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. പ്ലസ്, പ്ലൂസ്, പ്ലൂസ്. മൈനസ്, മീനുസ്, മീനുസ്. മൾട്ടിപ്ലിക്കേഷൻ സൈൻ, മാൽ, മാൽ. ഡിവിഷൻ, ദൂർഷ്, ദൂർഷ്. ഈക്വൽ, ഈസ്റ്റ് ഓർഡർ ഗ്ലൈഷ്, ഈസ്റ്റ് ഓർഡർ ഗ്ലൈഷ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു. എക്സാമ്പിളിന് നമ്മൾ പറയുന്നത് ബൈഷ്പീലാണ്, ബൈഷ്പീൽ. നമ്മളിവിടെ ഒരു എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. 4 + 4 = 8. ഫിയർ പ്ലസ് ഫിയർ ഈസ്റ്റ് ആക്ട്, ഫിയർ പ്ലസ് ഫിയർ ഈസ്റ്റ് ആക്ട്. അടുത്തതായി 5 × 2 = 10. 5 mal 2 ist sein, 5 mal 2 ist sein. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്, അതായത് ദി ബെഗ്രൂസും, ബെഗ്രൂസും. ജർമ്മൻ ഭാഷയിൽ നമ്മൾ ഗ്രീറ്റിംഗ്സിന് പറയുന്നതാണ് ദി ബെഗ്രൂസും. ഗുഡ് മോർണിംഗ്, ഗൂട്ടൻ മോർഗൻ, ഗൂട്ടൻ മോർഗൻ. ഗുഡ് നൈറ്റ്, ഗൂട്ടെ നാക്ട്, ഗൂട്ടെ നാക്ട്. ഗുഡ് ഈവനിങ്, ഗൂട്ടൻ ആബൻഡ്, ഗൂട്ടൻ ആബൻഡ്. ഗുഡ് ബൈ, auf Wiedersehen, auf Wiedersehen. See you then, bis dann, bis dann. See you later, bis später, bis später. See you soon, bis bald, bis bald. അടുത്തതായി all the best, alles Gute, alles Gute. Next one is good luck, viel Glück, viel Glück. Thanks, Danke schön, Danke schön, Danke schön. ഇത് നമ്മൾ മുതിർന്ന ആൾക്കാരോട് പറയുന്ന ഒരു ഫോർമാറ്റാണ്. നമ്മൾ ഇൻഫോർമലായിട്ട് താങ്ക്സ് പറയുന്നത് ഡാങ്കെ, ഡാങ്കെ. നമ്മൾ നമ്മുടെ സമപ്രായക്കാരോട് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനോട് താങ്ക്സ് പറയുന്നത് ഡാങ്കെ സേർ, ഡാങ്കെ സേർ. ഇനി നമ്മളൊരു പ്രസൻറ്റേഷനിൽ നമ്മൾ താങ്ക്സ് പറയുന്നത് ഫീലൻ ഡാങ്ക്, ഫീലൻ ഡാങ്ക്. അതായത് ഇനി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു പ്രസൻറ്റേഷൻ്റെയൊക്കെ അവസാനം നമ്മൾ പറയും ഫീലൻ ഡാങ്ക് ഫ്യൂർ ഇയറെ ഔഫ്മർക്സാംകൈറ്റ്, താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. The next one is welcome, willkommen, willkommen.
അടുത്തതായി പ്ലീസ്, ബിറ്റെ, ബിറ്റെ. അടുത്തതായി സോറി ഓർ എക്സ്ക്യൂസ് മീ, അതിന് നമ്മൾ പറയുന്നത് എൻഷുൾഡിഗും ഓർഡർ എസ് ടൂട്ട് മിർ ലെയ്ഡ്. ഓർ എന്നതിന് നമ്മൾ പറയുന്നതാണ് ഓർഡർ. എൻഷുൾഡിഗും ഓർഡർ എസ് ടൂട്ട് മിർ ലെയ്ഡ്. അടുത്തതായി വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു 100-ന് മുകളിലേക്കുള്ള നമ്പർ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. എല്ലാവർക്കും അറിയാലോ നമ്മൾ 100-ന് എന്താണ് പറയുന്നതെന്ന്. ഹൂണ്ടർട്ട്, ഹൂണ്ടർട്ട്. ഇനി 101-ന് നമ്മൾ പറയുന്നത് 100 1, 100 1. 102-ന് നമ്മൾ പറയുന്നത് 100 2, 100 2. ഇനി നമ്മൾ 205 അത് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 200 5, 200 5. ഇനി നമ്മൾ 1000 ആണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1000. അടുത്തതായി 1997, 1997. 1997 1997. ഇനി നമ്മൾ 1884 നോക്കുകയാണെങ്കിൽ 1884. 1884. 2000-ന് മുകളിലോട്ടുള്ള നമ്പർ നമ്മൾ പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ 2024 പറയുകയാണെങ്കിൽ 2420. 2420. ഇനി 2025 ആണെങ്കിൽ 2520. 2520. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്പേഴ്സ് എല്ലാം എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഗ്യാപ്പ് ഇടാറില്ല. ഇതെല്ലാം നമ്മൾ ഒറ്റ വേർഡായിട്ടാണ് എഴുതുന്നത്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ വീക്ക് ഡേയ്സ്, മന്ത്സ്, ടൈം, സീസൺസ്, ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് എന്നിവയായിരിക്കും നോക്കുന്നത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇമെയിൽ മീ ഓർ ഡ്രോപ്പ് എ കമൻറ്റ് ബിലോ. ഓക്കെ, ബൈ.